വടക്കാഞ്ചേരിയിലെ ബ്യൂട്ടി സിൽക്സിന്റെ ഏറ്റവും വലിയ ഷോറൂമിനൊപ്പം ആഘോഷങ്ങൾ വലുതാവുന്നു. വടക്കാഞ്ചേരിയിലെ ഏറ്റവും വലിയ വെഡിംഗ് സെന്ററായ ബ്യൂട്ടി സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം. ഓരോ ഒരുക്കങ്ങളും ബ്യൂട്ടിക്കൊപ്പം. വാണിജ്യ വാർത്ത. ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ ചാരിറ്റബിൾ സൊസൈറ്റി എന്ന മനുഷ്യാവകാശ സംഘടനയ്ക്ക് കീഴിൽ പുതിയതായി രൂപം കൊണ്ട HROCS ഗ്ലോബൽ ട്രസ്റ്റ് ഓഫീസ് ഉദ്ഘാടനവും മികച്ച പ്രവർത്തകർക്കുള്ള ആദര സദസ്സും പരീക്ഷകളിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ ചാരിറ്റബിൾ സൊസൈറ്റി എന്ന മനുഷ്യാവകാശ സംഘടനയുടെ കീഴിൽ പുതിയതായി രൂപം കൊണ്ട HROCS ഗ്ലോബൽ ട്രസ്റ്റ് ഓഫീസ് ഉദ്ഘാടനവും മികച്ച പ്രവർത്തകരെ ആദരിക്കലും ഈ വർഷം SSLC+2 പരീക്ഷയിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ്, ഫലകം, മെഡൽ എന്നിവയും പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ബാഗ്, ടിഫിൻ ബോക്സ്, കുട, ബുക്കുകൾ എന്നിവയും രോഗികൾക്ക് ധനസഹായവും വിതരണം ചെയ്തു. ചേലക്കര കോൺവെന്റ് സ്കൂളിന് മുമ്പിലുള്ള HROCS ഗ്ലോബൽ ട്രസ്റ്റ് ഓഫീസ് ഉദ്ഘാടനം ഇന്റർനാഷണൽ ചെയർമാൻ ഡോക്ടർ AM മുസ്തഫ പട്ടാമ്പി നിർവഹിച്ചു. ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ ചാരിറ്റബിൾ സൊസൈറ്റി നടത്തി വരുന്ന 793 കിറ്റ് വിതരണമാണ് ഈ ഓഫീസിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് HROCS എന്ന് പറയുന്ന മഹത്തായ സംഘടനയിൽ കൂടി ഒരു HROCS ഗ്ലോബൽ ട്രസ്റ്റും കൂടി രൂപീകരിക്കപ്പെട്ട് ആ ട്രസ്റ്റിൻ്റെ ഉദ്ഘാടന ചടങ്ങ് കൂടിയാണ് ഇന്നിവിടെ നടക്കാനിരിക്കുന്നത്. ഈ വേളയിൽ നിഷ്കളങ്കമായ പാവപ്പെട്ട അവകാശികൾക്ക് കൊടുത്തും കൊണ്ടിരിക്കുന്ന ഭക്ഷണ കിറ്റിനോടൊപ്പം തന്നെ ഇന്ന് നമ്മുടെ കൂട്ടത്തിലുള്ള മുഴുവൻ കുട്ടികൾക്കും, പാവപ്പെട്ട മുഴുവൻ കുട്ടികൾക്കും ബാഗ്, കൊട, ടിഫിൻ ബോക്സ്, നോട്ട് ബുക്കുകൾ, ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസും വെച്ചിട്ടാണ് ഒരു കിറ്റായിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഈ കിറ്റ് കഴിഞ്ഞ 3 വർഷമായിട്ട് തുടർച്ചയായിട്ട് ചേലക്കര മേഖലയിൽ തന്നെ കൊടുത്തു വരികയാണ്. കഴിഞ്ഞ വർഷം 180ഓളം കുട്ടികൾക്ക് മലപ്പുറത്ത് വെച്ച് കൊടുക്കാൻ കഴിഞ്ഞു. ഇന്നിവിടെ 250ഓളം കുട്ടികൾക്ക് നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഭാഗമായി ഗ്ലോബൽ ട്രസ്റ്റിൻ്റെ ഭാഗമായിട്ടും ഇന്നിവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ നമ്മളുടെ മക്കൾ SSLCയും അതുപോലെ തന്നെ +2വും ഫുൾ A+ മേടിച്ച കുട്ടികൾക്ക് അവർക്കും ഇതുപോലെ തന്നെ സീൽഡും അവരിനെ ആദരിക്കുന്ന ഒരു പരിപാടിയും ഇവിടെ നടത്തുന്നുണ്ട്. ഇതെല്ലാം ജനസേവനത്തിന് വേണ്ടിയിട്ടും ജനപ്രീതിക്ക് വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ വളരെ സത്യസന്ധമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വേളയിൽ HROCS എന്ന് പറയുന്ന മഹത്തായ സംഘടന ചേലക്കരയിൽ ഹെഡ് ഓഫീസുമായി ഉദ്ഘാടനം ചെയ്യാനാണ് ഇന്നിവിടെ മുഴുവൻ ആളുകളും എത്തിയിട്ടുള്ളത്. ആ വേളയിൽ ഇന്ന് HROCS മികച്ച ഭാഗമായിട്ട് തന്നെ 28 സ്റ്റേറ്റുകളിലും മറ്റ് അതർ കൺട്രികളിലും പരിപൂർണമായിട്ട് വിജയിച്ചു വരുന്നതിന് യാതൊരു സംശയവുമില്ല. ഈ ഒരു വേളയിൽ ജനങ്ങളെ സേവിക്കാൻ വേണ്ടി, ജനസേവനം ചെയ്യുന്നതിന് വേണ്ടിയും HROCS എന്നും കടപ്പാടുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ വിജയകരമായ ഈ ട്രസ്റ്റിൻ്റെ ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ ചാരിറ്റബിൾ സൊസൈറ്റി എന്ന മനുഷ്യാവകാശ സംഘടനയുടെ കീഴിൽ പുതുതായി ഒരു ചാരിറ്റി മാത്രം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് ഇവിടെ ഒരു HROCS ഗ്ലോബൽ ട്രസ്റ്റ് എന്ന പേരിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. അത് ജനങ്ങളെ കൂടുതൽ സേവിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളിപ്പോൾ പൂർണ്ണമായിട്ടും ആയ ഒരു ട്രസ്റ്റ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ കൂടിയാണ് ഇനി നമ്മുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ മുഴുവനും നടക്കുക.
HROCS എന്ന സംഘടനയുടെ പേരിൽ മനുഷ്യാവകാശ സംഘടന എന്ന നിലയിൽ അതിൻ്റെ മനുഷ്യൻ്റെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ അവിടെ ഇടപെടുക എന്നുള്ള ഒരു പ്രത്യേക രീതി എടുക്കാൻ വേണ്ടി അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് ചാരിറ്റി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ഈ ട്രസ്റ്റ് രൂപീകരിച്ചിട്ടുള്ളത്. അത് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ സന്തോഷം എല്ലാവരും അറിയിക്കുകയാണ്. ഗ്ലോബൽ ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. HROCS നാഷണൽ സെക്രട്ടറിയും ഗ്ലോബൽ ട്രസ്റ്റ് സെക്രട്ടറിയുമായ ഡോക്ടർ നൌഷാദ് കൊറ്റായി പറമ്പിൽ സ്വാഗതം പറഞ്ഞു. ചാരിറ്റി പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഗ്ലോബൽ ട്രസ്റ്റ് എന്ന പേരിൽ അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ രജിസ്ട്രേഷനും കൂടി ആരംഭിക്കുന്ന ഒരു ട്രസ്റ്റാണ് നമ്മളിപ്പോൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ ട്രസ്റ്റിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞത് ഇതിൽ കൂടിയാണ് ഇനി നമ്മൾ ചാരിറ്റി പ്രവർത്തനമെല്ലാം ചെയ്യുക. ഇതുവരെയും നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ മുഖേനയാണ് ചെയ്തതെങ്കിലും അത് നമുക്ക് പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഒരു നല്ല ഭാവിയിൽ നല്ല കാര്യങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുകയും പാവപ്പെട്ട ആളുകളെ കൂടുതൽ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയിലേക്കും വേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ ഗ്ലോബൽ ട്രസ്റ്റ് എന്ന ഈ ഓഫീസ് ഇവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഇത് നാഷണൽ തലത്തിലാണ് ഇപ്പോൾ നമ്മൾ ഈ ഓഫീസ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. പിന്നീട് അത് ഇന്ത്യ ഒട്ടുക്ക് വ്യാപിപ്പിക്കാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. HROCS ഭാരവാഹികളായ ഡോക്ടർ ഗണപതി സുബ്രഹ്മണ്യൻ, ഡോക്ടർ പൊൻ ബലരാമൻ, ചന്ദ്രശേഖരൻ, ഹാരിസ്, ഡോക്ടർ യൂസഫ്, ഡോക്ടർ ഫസദ്, ഡോക്ടർ ഷാജി ഫൈസൽ, നാസർ ആലത്തൂർ, സലീം പട്ടാമ്പി, പ്രസന്നൻ കോഴിക്കോട്, ഡോക്ടർ ഹസീന പട്ടാമ്പി, ഡോക്ടർ നസീമ മുസ്തഫ എന്നിവർ പങ്കെടുത്തു. பேக் மற்றும் எல்லா சாதன பொருட்களும் எழுதுகோள் முதல் எல்லாம் இந்த ட்ரஸ்டின் மூலமாக கொடுக்கப்பட இருக்கிறது. குழந்தைகள் அனைவரும் எல்லா கல்வித்துறையிலே முதன்மை நிலையை அடைந்து பெரிய நல்ல நல்ல உயர்வை கண்டு வளம் கொண்டு இந்த நாட்டின் முதுகெலும்பு தண்டாக இருப்பார்கள் என்று நான் வாழ்த்தி வரவேற்கிறேன் அனைவரையும். கற்ற நெஞ்சகம் அது கலை மறந்தாலும் கண்ணின்று சிறிது நேரம் இமைக்க மறந்தாலும் இன்று வெற்றிகரமாக தமிழ்நாட்டிலும் கேரளாவிலும் சிங்களடை போட்டு தவழ்ந்து வந்து கொண்டிருக்கின்ற HROCS-னுடைய நேஷனல் தலைவர், நம்மளெல்லாம் வழிநடத்தக்கூடிய ஒரு உன்னதமான தலைவர், உயர்ந்த சிந்தனையுடைய தலைவர், ஏழை எளிய மக்களுக்கு எல்லார வாழ்க்கையில் ஒரு இனிதான நண்பராக பழகக்கூடிய தலைவர் டாக்டர் முஸ்தபா அவர்களுக்கு என்னுடைய இதயம் கழிந்த நன்றியை இன்று காணிக்கையாக்கிக் கொண்டு எனது அன்பான உரையை தொடங்குகிறது. இந்த HRS என்பது கிட்டத்தட்ட 2015 ஆரம்பிச்சு தமிழ்நாட்டில் ஏதோ ஒரு மூலையில ஏதோ ஒரு குடிசையில் ஆரம்பிச்சு ஒரு நலத்திட்ட உதவிகள் ஆரம்பித்தோம். என்னைக்கு திருவள்ளூர் மாவட்டம், காஞ்சிபுரம் மாவட்டம், திருவண்ணாமலை மாவட்டம், அரியலூர் மாவட்டம், பெரம்பலூர் மாவட்டம், சேலம் மாவட்டம், திருப்பத்தூர் மாவட்டம், தருமபுரி மாவட்டம், வேலூர் மாவட்டம், இப்படி கணக்கிலடங்காத மாவட்டங்களுக்கு இனிதான சேவையை, உன்னதமான சேவையை, நேர்மையான சேவையை அவருடைய சீரிய முயற்சியாலும் சிந்தனையாலும் இன்று செயல்பட்டு கொண்டிருக்கிறது என்பதற்கு உதாரணம் என்னவென்றால், എങ്കിയോ പിറന്ന്. ഗ്ലോബൽ ട്രസ്റ്റ് ട്രഷറർ ഡോക്ടർ അബ്ദുൽ മനാഫ് നന്ദി അർപ്പിച്ചും സംസാരിച്ചു. +2 പരീക്ഷയിൽ ഫുൾ A+ നേടിയ നാദിയ കെ നൌഷാദ്, ഫാത്തിമ നെഹ്ല, SSLCക്ക് ഫുൾ A+ നേടിയ ഷാഹിന, ഫാത്തിമ റഷ്ന, ഫാത്തിമ റഫ്ഷ, അൻസ, അഖില, അനാമിക എസ് മേനോൻ എന്നിവർക്ക് അവാർഡുകൾ നൽകി.
നമ്പർ വിളിക്കുന്ന അവർ മാത്രം രണ്ടാണ്. CCV ന്യൂസ് ചേലക്കര.